ഒന്നാമത് ഇപ്പം സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി പദത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പം ഇന്ന് ഈ വരുന്ന ആൾക്കാരെല്ലാം. അതൊക്കെ ഇതിനെ വിപരീതമായിട്ടുള്ള ആൾക്കാർ വന്നിരുന്ന് പടം പൊളിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് വന്നിട്ടുള്ളതെന്നാണ്. നാളെ മറ്റന്നേക്ക് 2 ദിവസം കഴിയുമ്പോഴേ ഈ പടത്തിൻ്റെ വിജയം ഉറപ്പാകും. ഇല്ല, സുരേഷ് ഗോപിയും പിന്നെ നടിയായിട്ട് അഭിനയിച്ച പുള്ളി മാത്രമേ കൊള്ളൂ. ബാക്കിയൊന്നും ആരൊന്നും പോരാ. എല്ലാവരും മറ്റേ സീരിയൽ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത്ര സുഖമില്ല എങ്കിലും കൊള്ളാം. സുരേഷ് ഗോപി നടനാണെങ്കിൽ അതിപ്പോൾ സ്വന്തം പാർട്ടി ആയാലും മറ്റേ പാർട്ടി ആണെങ്കിലും പുള്ളിക്ക് അഭിപ്രായം പറയാൻ സിനിമയിലൂടെ രാഷ്ട്രീയം പറയേണ്ട ഗതികേട് സുരേഷ് ഗോപിക്ക് വന്നിട്ടില്ല. കാരണം ആ മനുഷ്യന് അന്നും ഒന്നും പറയേണ്ട ആരുടെയും മുഖത്തേക്ക് പറയുന്ന ആളാണ്. ചുമ്മാ ഈ കോൺസെപ്റ്റ് തന്നെ എടുത്തുകൊണ്ട് പറഞ്ഞാൽ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. കണ്ടുമടുത്ത കോൺസെപ്റ്റ് തന്നെ. ഇല്ല, സുരേഷ് ഗോപിയും പിന്നെ നടിയായിട്ട് അഭിനയിച്ച പുള്ളി മാത്രമേ കൊള്ളൂ. ബാക്കിയൊന്നും ആരൊന്നും പോരാ. എല്ലാവരും മറ്റേ സീരിയൽ പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. കണക്റ്റ് ആവില്ല. നമ്മൾ കണ്ടുമടുത്ത സ്റ്റോറി തന്നെ. അതുകൊണ്ട് നമുക്ക് പുതുമയായിട്ട് തോന്നുന്നില്ല. നമ്മൾ എത്ര പ്രാവശ്യം കാണുന്നത്. പിന്നെയും പിന്നെ ഇത് തന്നെ ഈ കോൺസെപ്റ്റ് തന്നെ പിന്നെ എടുത്തുകൊണ്ട് പറഞ്ഞാൽ എന്തിനാണ് പിടികിട്ടാത്ത. ഇല്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഇല്ല പുള്ളിയൊന്നും അഭിനയിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കുറേ നാൾക്ക് ശേഷം ഒരു മൂവി. മാധവിൻ്റെ റോള് ആദ്യത്തെ ഹാഫിൽ കുറവാണ്, പക്ഷെ പിന്നീട് നല്ലതാണ്. എനിക്കിഷ്ടപ്പെട്ട് നല്ലതായിരുന്നു. ഇല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ആൾക്കാർ കെട്ടിച്ചമയ്ക്കുന്നതാണ്. സുരേഷ് ഗോപി നല്ല അഭിനയമാണ്. കൊള്ളാം, എടുത്തിട്ടുണ്ട്. ഇപ്പം നടക്കുന്ന ഇത് സമൂഹത്തിൽ നടക്കുന്നൊരു പീഡനത്തിൻ്റെ ഒരു ഇതിനെ കോർട്ട് റൂമിലും സാക്ഷൻ രംഗങ്ങളും എല്ലാം കൊണ്ട് നന്നായിട്ട് എടുത്തിട്ടുണ്ട് പടം. അത് വലിയ ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല. എന്നാലും ബൈജു കൊള്ളായിരുന്നു. പിന്നെ മറ്റേ ഫഹദ് ഫാസിൻ്റെ അനിയനുണ്ടായിരുന്നു, ആ ചെറുക്കന് കൊള്ളായിരുന്നു. സുരേഷ് ഗോപി പിന്നെ പറയണ്ടല്ലോ, നന്നായിട്ട് ഡയലോഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ലായിരുന്നു, കൊള്ളായിരുന്നു. അങ്ങനെയൊന്നും ചോദിച്ചാൽ കൊള്ളായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. അത്ര സുഖമില്ല എങ്കിലും കൊള്ളാം. അഭിനയമൊക്കെ കൊള്ളാം. നല്ല സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ ഒരു ബോറടിയില്ലാത്ത നല്ല സിനിമ. എല്ലാത്തിനും നല്ല കഥയും എല്ലാം ഒത്ത് ക്ലൈമാക്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിനെ വിപരീതമായിട്ടുള്ള ആൾക്കാർ വന്നിരുന്ന് പടം പൊളിക്കാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരാണ് വന്നിട്ടുള്ളതെന്നാണ്. ചിലത് ഇതിനെ പാർട്ടി ബേസിൽ വന്നിട്ട് ഒന്നാമത് ഇപ്പം സുരേഷ് ഗോപി ഒരു കേന്ദ്രമന്ത്രിയാണ്. ആ കേന്ദ്രമന്ത്രി പദത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ഇപ്പം ഇന്ന് ഈ വരുന്ന ആൾക്കാരെല്ലാം പടം. പക്ഷേ നമുക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒരു ഇതും വരുന്നില്ല. വിവാദമായിട്ടുള്ള യാതൊരു ഇതും ഇതിൽ ഒന്നും വരുന്നില്ല. ഇത് ചുമ്മാ ആവശ്യമില്ലാത്ത ഇതാണ്. പക്ഷേ ഇതേപോലൊരു സിനിമ കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് ഇറങ്ങിയിട്ടുള്ളത്. അടിപൊളി, നല്ല സെറ്റപ്പ്, നല്ല ഇതാണ്. കാരണം ഒരു രാഷ്ട്രീയമായിട്ടുള്ള യാതൊന്നുമില്ല. എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ലതായിട്ടുണ്ട്. നല്ല അടിപൊളി സിനിമയായിട്ട് നല്ല സെറ്റപ്പ്. വേറെ കൂടുതൽ അലങ്കോല ഇല്ലാത്ത ഒരു ഡയലോഗോ മറ്റോ അങ്ങനെ ഒന്നുള്ളതല്ലാത്ത നല്ല ഒരേ രീതിയിൽ പോകുന്ന ക്ലൈമാക്സ് വരെ നല്ല അടിപൊളി സിനിമ. അവരാണ് ഈ പടത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നത്. കാരണം രാഷ്ട്രീയവും മതത്തിൻ്റെ ഇതിലും നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്ന ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ നാളത്തെ ദിവസമായിരിക്കും. പക്ഷേ ഈ നാളെ മറ്റന്നേക്ക് 2 ദിവസം കഴിയുമ്പോഴേ ഈ പടത്തിൻ്റെ വിജയം ഉറപ്പാകും. കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇത്രയ്ക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നു. അങ്ങനെയില്ല, കണ്ടിരിക്കാം. നല്ല സിനിമയാണ്. നമുക്ക് ഒരു തവണ കാണാൻ ഉണ്ട്. പിന്നെ നമ്മുടെ ആക്ട്രസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപി ആണെങ്കിലും പഴയ ചിന്താമണക്കുള്ള കേസിൻ്റെ ആ ഒരു വൈബില്ല, എന്നാലും നല്ല സിനിമയാണ്. അത് നമുക്കൊരു പടം കാണുമ്പോൾ ഒരു കണ്ടിന്യൂറ്റിക്ക് ഒരു വിഷയം ആയിട്ട് തോന്നുന്നുണ്ട്. മ്യൂട്ട് ചെയ്യുന്നതൊക്കെ ഒരു ഇത് അതിൻ്റെ അനാവശ്യമായിട്ടുള്ളൊരു അതുപോലെയാണ് തോന്നുന്നത്. ബ്രോ, ആക്ച്വലി പടത്തെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ശരിയാണ്, പറയുന്ന പോലെ ചെറിയ പോരായ്മകളുണ്ട്. വേറെ ഒന്നുമല്ല, ഈ പടത്തിൽ പറയുന്ന കാര്യങ്ങൾ ഒരു പരിധി നമ്മുടെ കേരളത്തിൽ നടന്ന സംഭവങ്ങളാണ്. ഇതിലെ ജാനകിയുടെ പോലും അറിയാൻ സാധിക്കുന്നത് 2018 നടന്ന ഒരു കേസിന് എന്തോ കേസാണെന്നാണ് അറിയാൻ പറ്റും. ശരിയാവണമെന്നില്ല. അപ്പം നടന്നൊരു സംഭവം പറയുമ്പോൾ അത് അതിൻ്റെതായ രീതിയിൽ പറയാൻ പറ്റുള്ളൂ. അപ്പം അത് പരമാവധി പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ത്രില്ലിംഗ് ആണ്. ആ പാട്ടും ആ മൂഡും നമ്മൾ അതിലേക്ക് എൻഗേജ്ഡ് ആവും. ആ SDയുടെ ഡയലോഗ്സും അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ പറയുന്ന പോരായ്മയൊന്നുമല്ല, വേറെ നല്ല 1-2 ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിന് ഒരു കൺസിസ്റ്റൻസി ഇല്ല. മാത്രമല്ല എന്താണ്, ഈ 1-2 സിറ്റുവേഷനിൽ BGM ചെറിയൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. പക്ഷേ പടം ഓവറോൾ കണ്ടാൽ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ചില കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് തോന്നുന്നുണ്ട് പറയുന്നുണ്ട്. വേറെ ഒന്നുമല്ല, സുരേഷ് ഗോപി മറ്റു നടന്മാരുടെ കാര്യം എനിക്കറിയില്ല. സുരേഷ് ഗോപി നടനാണെങ്കിൽ അതിപ്പോൾ സ്വന്തം പാർട്ടി ആയാലും മറ്റേ പാർട്ടി ആണെങ്കിലും പുള്ളിക്ക് അഭിപ്രായം പറയാൻ സിനിമയിലൂടെ രാഷ്ട്രീയം പറയേണ്ട ഗതികേട് സുരേഷ് ഗോപിക്ക് വന്നിട്ടില്ല. കാരണം ആ മനുഷ്യന് അന്നും ഒന്നും പറയേണ്ട ആരുടെയും മുഖത്തേക്ക് പറയുന്ന ആളാണ്. പുള്ളിയുടെ പ്രകൃതം അതാണ്. അതുപോലെ പുള്ളിക്ക് ആരും അത് പറഞ്ഞ് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം ഇത് പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് സൈഡൊന്നല്ല കാണാതെ, മറിച്ച് ഇത് സിനിമയിലെ കഥാപാത്രം പറയുന്നു എന്ന രീതി കണ്ടാൽ പടം നന്നായിട്ട് വർക്കൗട്ട് ആവുമെന്ന് തന്നെ പറയാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിലില്ല. ആ മ്യൂട്ട് ചെയ്തിടത്തും കൂടെ ആ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഗുമ്മിൽ പോകുന്നത്. കാരണം ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്. അപ്പോൾ അതിൻ്റെതായ ഒരു ടൈം എടുക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം ആ സ്ലോ ആയിട്ട് പറയുമ്പോൾ തന്നെ എന്താണ്, ആ വിവാദങ്ങളില്ലാതെ ആ പേര് അവിടെ എടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ ഒരു പഞ്ച് വന്നതെന്നാണ് എൻ്റെ അഭിപ്രായം. എനിക്കതിനെ മോശമായിട്ടൊന്നും തോന്നിയില്ല.
പ്രേക്ഷകർ കണക്ട് ആവും. കാരണം ഞാൻ പറയാം, നിങ്ങൾക്ക് അത്യാവശ്യം ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ അത്യാവശ്യം പത്രമെങ്കിലും വായിക്കുന്ന ഒരാളാണെങ്കിൽ ഇത് എന്താണ് ഈ സംഭവം ഏതാണ് എന്നൊക്കെ മനസ്സിലാവും. പിന്നെ നിങ്ങൾക്ക് എല്ലാ നിയമവശങ്ങളും പഠിച്ചുകൊണ്ട് വന്നിട്ട് ഈ സിനിമ കാണണമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ സാധാരണക്കാരനാണ്, നിങ്ങൾക്ക് ചുറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ സിനിമ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ വലിയൊരു മെസ്സേജുള്ളൊരു പടമാണ്. അപ്പം അത് കറക്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഇതെന്തായാലും പാരൻസ് തീർച്ചയായും കാണുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരുടെയും കോമൺ സെൻസ് പോലെ ഇരിക്കും.